ഇതോ കേരളം, ഇതാണോ പ്രബുദ്ധ കേരളം? മലയാളികൾ എങ്ങോട്ടാണ്? എല്ലാ ആൾക്കാരും സാക്ഷരത. എന്ത് സാക്ഷരത? ഒരു 10 പൈസയുടെ നിലവാരമില്ലാത്ത കാഴ്ചയാണ് മലയാളികൾ ഈ അടുത്ത സമയത്ത് കാട്ടിക്കൂട്ടിയൊരു വാർത്ത നമ്മളിലേക്ക് എത്തുന്നത്. ശരിക്കും വളരെ ശുദ്ധ തെമ്മാടിത്തരം എന്ന് തന്നെ പറയേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഇതിനെതിരെ സർക്കാരും മുന്നോട്ട് വരണം എന്നാണ് എൻ്റെയും അഭിപ്രായം. സോഷ്യൽ മീഡിയയിൽ ഞാൻ ഉൾപ്പെടെയുള്ള നിരവധി ആൾക്കാർ, പ്രായഭേദമന്യേ ആൾക്കാർ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഏതെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. ആ ഒരു കാലത്താണ് ഇന്ന് നാം ജീവിക്കുന്നത്. മലയാളികളെ നിങ്ങൾ കാണിച്ചത് വളരെ തെറ്റാണ്. നമസ്കാരം, എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും സ്വപ്നസഭയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാജീവ് ബദ്രു. മലയാളിയെയും മലയാളക്കരയും ആകെ നൊമ്പരപ്പെടുത്തിയൊരു വാർത്തയാണ് ശ്രീ സലീം കുമാർ, മലയാളത്തിൻ്റെ മഹാനടൻ. അദ്ദേഹത്തിൻ്റെ ഒരു വാർത്ത, മരണവാർത്ത നമ്മളിലേക്ക് എത്തുന്നത് നെഞ്ചെടുപ്പോടെയും വേദനയോടെയുമാണ്. മലയാളത്തിലെ ഒന്നടങ്കം സിനിമാ ലോകത്തെ മാത്രമല്ല, മലയാളത്തിലെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന എല്ലാ പ്രേക്ഷകരുടെ മുന്നിലും ഇന്നും ഒരു നൊമ്പരമായിട്ട് നിൽക്കുന്ന ഒരു വാർത്തയാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയത്. അദ്ദേഹം കുറച്ച് നാളായിട്ട് ശാരീരിക ബുദ്ധിമുട്ടുകളേക്കാൾ സുഖമില്ലാതെ ഇരിക്കുകയായിരുന്നു. അദ്ദേഹം അടുത്ത മരണപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങുകൾ മലയാളികൾ വളരെ വേദനയോടെ കാണേണ്ടി വന്നു. അതിനിടയിലേക്ക് നുഴഞ്ഞു കയറിയ കുറേ തെമ്മാടികൾ, ശുദ്ധ തെമ്മാടികൾ എന്ന് തന്നെ പറയണം. ഇവന്മാർ കാട്ടിക്കൂട്ടിയ കുറേ കോപ്രായങ്ങളുണ്ട്. ഒരു മരണ വീട്ടിൽ കാണിക്കേണ്ട ഒരു മര്യാദ, സാമാന്യ മര്യാദ പോലും കാണിക്കാതെ ആ ഒരു മൊബൈലുണ്ട് എന്ന് കണ്ട് ആ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുകയും അവിടുത്തെ സ്വകാര്യത, ആ വ്യക്തിയോട് കാണിക്കേണ്ട, ഒരു മരണപ്പെട്ട വ്യക്തിയോട് കാണിക്കേണ്ട യാതൊരുവിധ ആദരവും ഇല്ലാതെയാണ് ഈ സോഷ്യൽ മീഡിയയിലെ കുറേ യൂത്തന്മാർ, കുറേ തെമ്മാടികൾ വന്ന് കാണിച്ച കുട്ടിയെ കുറേ കോപ്രായങ്ങൾ. ഇതിനെതിരെ സർക്കാരും രംഗത്ത് വരണം എന്നാണ് എൻ്റെ ഒരഭിപ്രായം. ഒരു മരണം നമ്മൾ എത്ര വേദനയോടെയാണ് നമ്മൾ കാണുന്നത്. ഒരു മരണ വാർത്ത, ഒരു മരണ വീട്, ഇതൊക്കെ നമ്മൾ വളരെ വേദനയോടെയാണ് കാണുന്നത്. അവിടേക്ക് കയറി വരുമ്പോൾ അവിടെ കാണിക്കേണ്ട കുറേ മര്യാദകളും സാമാന്യ മര്യാദകളും ഒക്കെയുണ്ട്. ഇതൊന്നും കാണിക്കാതെ ജസ്റ്റ് ഒരു വാർത്ത പോലെ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കാര്യം നമ്മൾ ഒരു അവയർനെസ് എന്ന രീതിയിൽ അത് കാണിക്കുന്ന പോലെയല്ല. അവിടെ അങ്ങ് അഴിഞ്ഞാടുന്ന ഒരു പ്രകൃതം, ഒരു പ്രാകൃതമായ ഒരു രൂപം അവിടെ കാട്ടിക്കൂട്ടുന്നത് വളരെ മോശമാണ്. അത് കാണിച്ചു പോയി ഇനിയും എങ്കിലും ഇത് മറ്റൊരിടത്ത് ആവർത്തിക്കാതിരിക്കുക. മലയാളികളെ യൂത്തന്മാരായിട്ടുള്ള കുറേ എംബൂക്കുകളായിട്ടുള്ള കുറേ സോഷ്യൽ മീഡിയ ആൾക്കാരോടാണ് പറയുന്നത്, നിങ്ങൾ കാണിച്ചത് വളരെ തെമ്മാടിത്തരമാണ്, ശുദ്ധ തെമ്മാടിത്തരമാണ്. ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങളുണ്ടായാൽ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ മനുഷ്യനായാലും എവിടെയൊക്കെ മരണപ്പെടും. ഞാൻ ഉൾപ്പെടെ എല്ലാ ആൾക്കാരും ഏതെങ്കിലുമൊക്കെ കോണിൽ എവിടെയെങ്കിലുമൊക്കെ മരണപ്പെടും. പക്ഷേ അവിടെയൊക്കെ കാണിക്കേണ്ട മര്യാദകളുണ്ട്. ആ മര്യാദകൾ ഇനിയെങ്കിലും പാലിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇത്തരം അഴിഞ്ഞാട്ടക്കാർക്ക് വേണ്ടി ഒരു കടിഞ്ഞാട് സർക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ഒരു വീട്ടിലൊരു കല്യാണ വീടായിക്കോട്ടെ, മരണ വീടായിക്കോട്ടെ, അവിടെ സ്വകാര്യതയുണ്ട്. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി എത്തപ്പെട്ട് അവിടെ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾക്കെതിരെ ശരിക്കും സോഷ്യൽ മീഡിയയിലെ സർക്കാരും ഒരു നടപടി സ്വീകരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം ഞാൻ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, മാന്യമായി ചെയ്യുന്ന ആൾക്കാർക്ക് പോലും ഇവന്മാർ ഇങ്ങനെയുള്ള കുറേ സാമദ്രോഹികൾ ദുരിതമായി മാറുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കണ്ടുവരുന്നത്. ഒരു മൊബൈൽ ഉണ്ട് എന്നതുകൊണ്ട് ആരുടെയും സ്വകാര്യതയിലേക്ക് എത്തി നോക്കാനുള്ള ലൈസൻസ് അല്ല. ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരാളുടെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കാനുള്ള ലൈസൻസായി കാണരുത്. ആർക്കും ബുദ്ധിമുട്ടാകാതെ സത്യസന്ധമായ കാര്യങ്ങളെ ആവിഷ്കരിക്കലാണ് ശരിക്കും ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അല്ലാതെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ട് ഏതൊരു വീട്ടിലേക്ക് ഇടിച്ചു കയറി ചെല്ലുക, അവൻ്റെ ബെഡ്റൂം ഉൾപ്പെടെ, അവൻ്റെ സ്വകാര്യത ഉൾപ്പെടെ വലിച്ചു കയറി കാണിക്കുക എന്ന് പറയുന്നത് ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമല്ല, അതിനെ ശുദ്ധ തെമ്മാടിത്തരം എന്നാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മഹാനടൻ ശ്രീ സലീം കുമാറിൻ്റെ മരണവാർത്ത നമ്മൾ നൊമ്പരത്തോടുകൂടി കണ്ടപ്പോൾ അവിടെ അഴിഞ്ഞാടിയ എല്ലാ ആൾക്കാരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കാണിച്ചത് വളരെ തെമ്മാടിത്തരമാണ്. ഒരു മകൻ, ഒരു അച്ഛൻ്റെ ശവസംസ്കാര ചടങ്ങിൻ്റെ അവസാന നിമിഷം വളരെ തേങ്ങളോട് നിൽക്കുന്ന ഒരു മകന് അവിടെ നിൽക്കുന്ന സോഷ്യൽ മീഡിയയിലെ പല നികഷ്ടജീവികളോടും അലറി വിളിച്ചുകൊണ്ട് പറയേണ്ടി വരും, നിങ്ങളൊന്ന് മാറി നിൽക്കൂ എന്ന് പറയേണ്ടി വന്നു. ഒരു മകൻ്റെ തേങ്ങൽ അതിനെ മറ്റർത്ഥത്തിൽ കാണുന്ന ആൾക്കാരും ഉണ്ടാവും. പക്ഷേ ആ മകൻ്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിലും ഇതൊക്കെ തന്നെ ചെയ്തു പോകത്തുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കണം. പ്രിയപ്പെട്ട മലയാളികളെ, നിങ്ങൾ
ഓരോരുത്തരും ഇതൊരു ചോദ്യചിഹ്നമായിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കണം. ഇനി മേലാൽ ഇത്തരം കാര്യങ്ങൾ എങ്ങും തന്നെ ആവർത്തിക്കപ്പെടാതിരിക്കുക. എവിടെങ്കിലും ഇത്തരം കാര്യങ്ങൾ കണ്ടാൽ നിങ്ങൾ പ്രതികരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.